നിങ്ങളുടെ ഐശ്വര്യം ചോർന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പലരും വീടിൻ്റെ മുകളിലൊക്കെ എഴുതി വെക്കുമല്ലോ, നമ്മളെ വീട്ടിൻ്റെ പുറത്തൊക്കെ എഴുതി വെക്കും ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. പലപ്പോഴും നമുക്ക് തോന്നും നമുക്കെല്ലാം ഐശ്വര്യങ്ങളെല്ലാം ചോർന്നു പോവുകയാണല്ലോ എന്ന്. എന്താ അതിനൊക്കെ കാരണം? ഈ ഐശ്വര്യം ചോർന്നു പോകുന്നതിനുള്ള 5 വഴികളെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു നിമിഷം ശാന്തമായിരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ എന്താണ് ചിന്തിച്ചത്? ഒരുപക്ഷെ ഇന്ന് നടക്കാൻ പോകുന്ന മീറ്റിങ്ങിനെ കുറിച്ചോ, അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന മീറ്റിങ്ങിനെ കുറിച്ചോ, അല്ലെങ്കിൽ അടുത്ത മാസത്തെ EMI കുറിച്ചോ, അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയ യൂറോപ്യൻ ട്രിപ്പിൻ്റെ പോസ്റ്റിലോ ഒക്കെ ആയിരിക്കും. നമ്മളൊരു വിചിത്രമായ പരാധീനതയിലാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. ഇതിനെ ഫോമോ എന്ന് വിളിക്കും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് ആധുനിക മനഃശാസ്ത്രം വിളിക്കുന്ന അവസ്ഥയാണിത്. ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. മറ്റുള്ളവർ എന്തെങ്കിലും മികച്ചത് അനുഭവിക്കുമ്പോൾ നമുക്ക് അത് നഷ്ടമാകുന്നു എന്ന ഭയം, അതാണ് ഫോമോ. ഈ ഫോമോയോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ദി ഹാപ്പിനെസ് മിത്ത് എന്ന് പറയുന്ന കാര്യമാണ്. സന്തോഷം എന്നത് എവിടെയോ ദൂരെ ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങളോടെ മാത്രം ലഭിക്കുന്ന ഒന്നാണെന്ന തെറ്റിദ്ധാരണയാണ് ദി ഹാപ്പിനെസ് മിത്ത്. നിങ്ങളുടെ ഐശ്വര്യം ചോർന്നു പോകുന്ന പ്രധാനപ്പെട്ട 5 വഴികളെക്കുറിച്ച് പറയാമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. തുടങ്ങാം. ഒന്നാമത്തെ എന്താണെന്ന് അറിയാമോ? അനന്തമായ താരതമ്യത്തിൻ്റെ കെണി, കമ്പാരിസൺ കൾച്ചർ. സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മളെല്ലാവരും അദൃശ്യമായ ഒരു മത്സരത്തിലാണ്. കോളേജിലെ ക്ലാസ്മേറ്റ് ഒരു BMW വാങ്ങി, ബന്ധു അമേരിക്കയിൽ സെറ്റിലായി, അയൽവാസി പുതിയ വീട് വെച്ചു. ഇങ്ങനെ താരതമ്യങ്ങളിൽ നമ്മുടെ മാനസികോർജം ചോർന്നു പോകുന്നു എന്നതാണ് വസ്തുത. പലരും ഇത് പറയാറില്ല. ശ്രീമദ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്നാണ്. മറ്റുള്ളവരുടെ പാതയിലേക്ക് നോക്കുന്നതിനേക്കാൾ സ്വന്തം പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ജീവിതം ഒരു യുണീക്ക് അൽഗോരിതമാണ്. മറ്റുള്ളവരുടെ പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്താൽ സിസ്റ്റം ക്രാഷായി പോവും, അതാണ് സത്യം. അതുകൊണ്ട് മറ്റൊരാളുടെ വഴി നമ്മൾ സ്വീകരിക്കേണ്ട എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്. നിങ്ങളുടെതൊരു യുണീക്ക് ആൽഗോരിതമാണ്. അതിലേക്ക് മറ്റുള്ളവരുടെ പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റം ക്രാഷായി പോവും എന്നാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു വെച്ചത്. രണ്ടാമത്തെ കാര്യം ഭാവിയുടെ മരീചിക എന്ന് നമുക്ക് വിളിക്കാവുന്ന കാര്യമാണ്. അതായത് അടുത്ത പ്രമോഷൻ കിട്ടിയാൽ സന്തോഷമാകും, ഈ EMI ഒന്ന് തീർന്നു കിട്ടിയാൽ സമാധാനമായി, മക്കളൊന്ന് സെറ്റിലായി കണ്ടാൽ സ്വസ്ഥമായി. ഇങ്ങനെ സന്തോഷത്തെ നാം എപ്പോഴും ഭാവിയിലേക്ക് മാറ്റിവെക്കുന്നു. ഈ നാളെ എന്ന മായാ ലോകത്തിൽ ഇന്നത്തെ ഐശ്വര്യം നഷ്ടമാക്കുന്നവരാണ് പലരും. ഋഷിമാർ പറഞ്ഞത് എന്താണ്? ഋഷിമാർ പറഞ്ഞത് ഇന്നത്തെ ദിവസമാണ് ഏറ്റവും വലിയ പുണ്യം എന്നാണ്. ഇന്നത്തെ ദിവസം, പ്രസൻറ്റ് മൊമെൻ്റ് എന്നത് ഒരു പ്രസൻ്റ് ആണ് എന്ന് ഓർക്കണം. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നും കൂടി അർത്ഥമുണ്ട്. പ്രസൻറ്റ് മൊമെൻ്റ് ഈസ് എ പ്രസൻറ്റ്. പ്രസൻറ്റ് മൊമെൻ്റ് ഒരു സമ്മാനമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധയുടെ ശിഥിലീകരണമാണ്. ശ്രദ്ധയുടെ ശിഥിലീകരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രാക്ഷൻ. അതാണ്. മനസ്സ് ശ്രദ്ധിച്ചൊരു സ്ഥലത്ത് നിർത്താൻ പറ്റുന്നില്ല. ഒരു ആവറേജ് ഇന്ത്യക്കാരൻ ദിവസം 150 തവണ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? പഠനങ്ങളിൽ പറയുന്നതാണ്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇമെയിൽ, ന്യൂസ്, ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ 1000 കഷണങ്ങളായിട്ടാണ് ചിതറിപ്പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രദ്ധ ചിതറിപ്പോകുമ്പോൾ ശക്തി ക്ഷയിക്കും എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. ഏകാഗ്രത പരമം തപ എന്നാണല്ലോ ഋഷി പറഞ്ഞത്. ഋഷി പറഞ്ഞിട്ടുണ്ട് ഏകാഗ്രത പരമം തപ. ഏകാഗ്രതയാണ്, ഫോക്കസാണ് ഏറ്റവും വലിയ തപസ് എന്ന്. നമ്മളെ ഒരു മാഗ്നിഫയിങ് ലെൻസ് സൂര്യരശ്മികളെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ തീ പിടിക്കുന്നത് പോലെ കേന്ദ്രീകൃതമായ ശ്രദ്ധ
അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. അങ്ങനെ നമ്മുടെ ശ്രദ്ധ പലയിടങ്ങളിലേക്കായി ചിതറിപ്പോകുന്നു. അതിന് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു കാരണക്കാരനാണ് എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനി നാലാമത്തെ കാര്യം, കൃതജ്ഞതയുടെ അഭാവം. നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് പരാതി പറയാനാണ് നമ്മൾ വൈദഗ്ധ്യം കാണിക്കുന്നത്. നമ്മൾ വലിയ വിദഗ്ധരാണ് ആ കാര്യത്തിൽ. നമുക്കില്ലാത്തതിനെക്കുറിച്ച് ഭയങ്കര കംപ്ലൈൻറ്റാണ്. എന്നാൽ ഉള്ളതിനെ അംഗീകരിക്കാനോ മടിയുമാണ്. ഈ നിഷേധാത്മക ചിന്ത ഒരു ബ്ലാക്ക് ഹോൾ പോലെ നമ്മുടെ നല്ല ഊർജത്തെ മുഴുവൻ ഇങ്ങ് വലിച്ചെടുക്കും. നല്ല ഉള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല, ഇല്ലാത്തതിനെക്കുറിച്ച് പരാതി പറയണം. ഓൾവേസ് കംപ്ലൈനിങ് ആൻഡ് കംപ്ലൈനിങ് ആൻഡ് കംപ്ലൈനിങ്. പ്രാചീനർ പറയുന്നത്, ഋഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്, കൃതജ്ഞതയുള്ളവൻ്റെ അടുത്താണ് ലക്ഷ്മി വസിക്കുന്നത് എന്നാണ്. നന്ദിയുള്ളവൻ്റെ അടുത്ത് ലക്ഷ്മി വസിക്കുന്നു എന്നാണ്. നാം ചെയ്യേണ്ടത് ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാ രാത്രികളിലും കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം. ഒരു നന്ദിയുടെ ഒരു ജേണൽ. ഇന്ന് എന്തൊക്കെ എനിക്ക് ആരോടൊക്കെ നന്ദി പറയാൻ പറ്റും. ഒരു വർഷം കഴിയുമ്പോൾ അതൊരു സംഭവമായി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പരിണാമം വരുന്നത് കാണാം. ഇന്ന് മറ്റുള്ളവരിൽ നിന്നും തനിക്ക് ലഭിച്ച 3 നന്മകളെങ്കിലും കണ്ടെത്തുക, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് പുസ്തകത്തിൽ എഴുതുക. 5ാമത്തെ കാര്യം, ബന്ധങ്ങളുടെ ഉപരിപ്ലവതയാണ്, സൂപ്പർഫിഷ്യൽ റിലേഷൻഷിപ്പ്. ഡിജിറ്റൽ കണക്ഷൻ്റെ കാലത്ത് റിയൽ കണക്ഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഓൺലി ഡിജിറ്റൽ കണക്ഷൻ ഈസ് ദെയർ, നോ റിയൽ കണക്ഷൻ. 500 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുടെ എണ്ണമാണല്ലോ വർദ്ധിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടാവും. 500 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഒറ്റപ്പെടൽ, ലോൺലിനെസ് അനുഭവിക്കുന്നു. ആഴമില്ലാത്ത ബന്ധങ്ങൾ ഊർജം ചോർത്തിക്കളയാണ് ചെയ്യുന്നത്. ഋഗ്വേദത്തിൽ എന്താ പറഞ്ഞത്? സംഗച്ഛധ്വം സംവദധ്വം എന്നാണ്. ഒരുമിച്ച് നടക്കൂ, ഒരുമിച്ച് സംസാരിക്കൂ എന്നർത്ഥം. സംഗച്ഛധ്വം സംവദധ്വം. ഇങ്ങനെ ക്വാളിറ്റി ടൈം നമ്മൾ ബന്ധങ്ങളിൽ ഉപയോഗപ്പെടുത്താതെ മുഴുവൻ സമയവും നമ്മൾ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയാൽ ഒറ്റപ്പെടലേ ഉണ്ടാവുള്ളൂ. ഒരു ഡീപ്പ് കൺവെർസേഷൻ വിത്ത് എ പേഴ്സൺ, വിത്ത് എ ഫ്രണ്ട്, ഒരു ഡീപ്പ് കൺവെർസേഷൻ നടത്തിയെന്ന് വിചാരിക്കുക, അതിന് 100 ലൈക്സിനേക്കാൾ മൂല്യമുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാറ്റിനും ഉപരി ഹാപ്പിനെസ് മിത്തിനെ കുറിച്ചാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. യജുർവേദത്തിൽ ഒരു ലളിതമായ എന്നാൽ ഡീപ്പായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് പറഞ്ഞിട്ടുണ്ട്. വെറും 3 വാക്കാണ് യജുർവേദം ഉപയോഗിച്ചത്. ഇഹൈവ രാതയ സന്തു എന്ന്. ഇന്നലെ ഞാൻ ഈ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഐശ്വര്യങ്ങൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. ഐശ്വര്യങ്ങൾ ഇവിടെ നിൽക്കട്ടെ. ഇഹൈവ രാതയ സന്തു, ദ സ്റ്റേ അറ്റ് ഹോം സക്സസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഐശ്വര്യം പുറത്തു തേടേണ്ട, അത് നിങ്ങളിൽ തന്നെ വളർത്തുക എന്നർത്ഥം. നിങ്ങളൊരു വൈഫൈ റൗട്ടർ പോലെയാണ്. റൗട്ടർ സ്ട്രോങ് ആണെങ്കിൽ ഡിവൈസസ് ഓട്ടോമാറ്റിക്കായി കണക്ട് ആവും. അതിനായി നിങ്ങളുടെ ഇന്നർ ഫ്രീക്വൻസിയാണ് ശക്തമാക്കേണ്ടത്. യഥാർത്ഥ ഐശ്വര്യത്തെ നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ അതുവഴി സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്കെങ്ങനെ യഥാർത്ഥ ഐശ്വര്യത്തെ ഉണ്ടാക്കാം? ഇതാണ് നമ്മൾ പരിശ്രമിക്കേണ്ട വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.